ഇപ്പോഴത്തെ പുതിയൊരു വാർത്തയാണ്. സഞ്ജു സാംസൺ ലക്നൗ സൂപ്പർ ജയൻസിലോട്ട് പോകുന്നു. എന്തിൻ്റെ കേടായിരുന്നു? രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് സ്ഥിരം ഒരു പ്ലെയറായിട്ട് രാജസ്ഥാൻ ഇത്ര വർഷം കൊണ്ടു നടന്ന ഒരു പ്ലെയറായിരുന്നു സഞ്ജു സാംസൺ. ആ സഞ്ജു ധോണിയുടെ പിൻഗാമിയാകാം, അങ്ങനെയാകാം എന്നൊക്കെ പറഞ്ഞ് CSKയിലോട്ട് കൂടുമാറി. ആ CSK സംഭവിച്ചത് എന്താണെന്നറിയാം. പക്ഷേ ഒരു ലോകകപ്പിലാണെങ്കിൽ പോലും ആദ്യത്തെ 3 കളി തഴഞ്ഞിട്ട് പിന്നെ മാൻ ഓഫ് ദി ടൂർണമെൻ്റ് ആയി വന്നു സഞ്ജു. CSK വന്നിട്ടും കൺസിസ്റ്റൻസി ഒന്നും കുഴപ്പമില്ലായിരുന്നു. കാരണം CSKയിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഒരു പ്ലെയർ എന്ന രീതിയിൽ സഞ്ജു സാംസൺ ആയിരുന്നു മുമ്പിൽ, 2 സെഞ്ചുറി സഹിതം. പക്ഷേ ആ സെഞ്ചുറി, ആ കൂടുതൽ റൺസും സഞ്ജുവിനെ പിന്തുണയ്ക്കാൻ ആ ടീമിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. കാരണം ധോണി ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാനൊരു സഞ്ജു ഫാൻ അല്ലെങ്കിൽ പോലും ഒരു മലയാളി എന്ന സ്ഥിതിക്ക് ധോണിയുടെ കീഴിൽ സഞ്ജു കളിക്കുന്നു അല്ലെങ്കിൽ ധോണിയുടെ കൂടെ സഞ്ജു ഒന്നിച്ച് ബാറ്റ് ചെയ്യുന്നു എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മൾ ഓരോ കളി, ഇപ്പം ഞാനൊരു മുംബൈ ഫാനാണ്. ഇപ്പം IPL എല്ലാം കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പം ഈ കാര്യം പറയുന്നത് സഞ്ജുവിൻ്റെ ഇന്നലത്തെ ന്യൂസ് കണ്ടിട്ടാണ്. അതായത് ലക്നൗവിൻ്റെ ഓണർ സഞ്ജുവിനെ ലക്നൗവിലോട്ട് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അത് കാരണം ഋഷഭ് പന്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്നൗവിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചു. അപ്പം പുതിയൊരു ക്യാപ്റ്റനെ ഇതുവരെ ലക്നൗ പുറത്ത് വിട്ടിട്ടുമില്ല, ആരാന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ന്യൂസ് കണ്ടത്. കാരണം സഞ്ജുവിനെ ലക്നൗവിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഓർത്തു, ഈ 13 വർഷം അല്ലെങ്കിൽ 10 വർഷം രാജസ്ഥാൻ്റെ കൂടെ നിന്ന ഒരു സഞ്ജു അവിടുന്ന് ക്യാപ്റ്റൻ സ്ഥാനം കാരണം ചെന്നൈയിലോട്ട് വന്നു ധോണിയുടെ കീഴിൽ. പക്ഷെ അവിടെ ധോണിയുടെ കീഴിൽ കളിക്കാനും പറ്റിയില്ല. കാരണം ധോണിയുടെ പരിക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ സീസണിൽ കളിച്ചില്ല. അവിടുന്ന് വീണ്ടും കൂടുമാറി ലക്നൗവിലോട്ട് പോകുന്നു. ഇനിയിപ്പം ഒരു സ്ഥിരതയില്ലാതെ പല പല സീസണുകളിൽ മാറിക്കൊണ്ടിരിക്കുമോ എന്നാണ് എനിക്കറിയില്ലാതെ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സഞ്ജു രാജസ്ഥാനിൽ തന്നെ നിൽക്കണം എന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ഈ സീസണിൽ രാജസ്ഥാൻ്റെ കളി കണ്ടു. അതായത് സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ വരെ വന്നായിരുന്നു. വൈഭവ് സൂര്യവംശി, ജയ്സ്വാള്, അപ്പം റിയാൻ പരാഗിന്, അത് സഞ്ജു ഉണ്ടാക്കിയെടുത്ത ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഒരു 2 വർഷം കൊണ്ട് ഒരു വർഷം ഫൈനലിലും എത്തിച്ചു. അപ്പോൾ അതിലോട്ട് സൂര്യവംശിയും കൂടെ വന്നപ്പോൾ ആ ടീം വളരെയധികം സെറ്റായി. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കി ഇപ്പം ഈ സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ വരെ വന്നതിൻ്റെ റിയാൻ പരാഗിന് ഫുള്ള് ക്രെഡിറ്റ് അങ്ങ് പോയി. സഞ്ജു അത്ര ടീം സെറ്റാക്കി കൊടുത്താണ് രാജസ്ഥാൻ റോയൽസ്. അവിടുന്ന് സ്ഥലം വിട്ട് സഞ്ജു ചെന്നൈയിലോട്ട് പോയി. ഇപ്പോൾ രാജസ്ഥാനിലും ഒരു ഇതില്ല, ചെന്നൈയിലും ഇല്ല, നീ ഇപ്പോൾ അടുത്ത ലക്നൗവിൽ. നീ അടുത്ത സീസണിൽ ലക്നൗ വിട്ടിട്ട് മുംബൈയിലോട്ടോ വേറെ ഏതെങ്കിലും ടീമിലോട്ടോ പോകുമോ എന്നാണ് എനിക്കറിയത്തില്ലാത്തത്. കാരണം സഞ്ജുവിൻ്റെ സ്ഥിതിക്ക് ഇപ്പം ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് നിർത്താൻ പറ്റിയ ഏറ്റവും വലിയ സമയമാണ് ഇത്. കാരണം ഇന്ത്യൻ ടീമിൻ്റെ വരെ ക്യാപ്റ്റൻ സ്ഥാനത്തോട്ട് കഴിഞ്ഞ ദിവസം സെലക്ഷൻ കമ്മിറ്റി ആൾക്കാരൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗൗതം ഗംഭീർ ആണെങ്കിൽ പോലും സഞ്ജുവിനെ കൂടുതൽ പിന്തുണയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിനെ ഇപ്പം അടുത്ത് CSKയുടെ ക്യാപ്റ്റൻ ആക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ധോണി എന്നാലും ഈ ഒരു വർഷം കൊണ്ട് വരും. കാരണം ഗെയ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻസി ഇതൊക്കെ വളരെ മോശമായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പം സഞ്ജു നീ കൂടുമാറാതെ, അതായത് ലക്നൗവിലോട്ടൊന്നും പോകാതെ CSKയുടെ ക്യാപ്റ്റനായിട്ട് തന്നെ തുടരണം എന്ന് തന്നെയാണ്. കാരണം അതായത് ഇനിയൊരു വർഷങ്ങൾ ഇപ്പം ഞാൻ മുംബൈ ഫാനാണെങ്കിൽ ഇപ്പോൾ CSKയുടെ, പക്ഷേ ഈ സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം ഈ തവണ CSK കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഒരു മുംബൈ ഫാനിന് ഇത് CSK തോക്കണം എന്നൊരു രീതിക്കാണ് കഴിഞ്ഞ വർഷം വരെ നിന്നത്. പക്ഷേ സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം ചെന്നൈയുടെ കളി കാണുകയും CSK കുറച്ചെങ്കിലും ജയിക്കണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ആ സഞ്ജു നീ വീണ്ടും ചെന്നൈ വിട്ട് അടുത്ത ടീമിലോട്ട് പോയാൽ വീണ്ടും ഒരു ഉറപ്പില്ലാതെ ടീം മാറിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലോട്ട് മുമ്പോട്ട് വരും. അപ്പോൾ അടുത്ത സീസണിൽ എന്തായാലും CSKയുടെ ക്യാപ്റ്റനാക്കിയിട്ട് സഞ്ജു അത്യാവശ്യം നല്ലൊരു ടീമിനെ തന്നെ സെലക്ട് ചെയ്ത് അല്ല, ചെറിയ ഓപ്ഷനിൽ അത്യാവശ്യം നല്ല കളിക്കാരെ ടീമിലോട്ട് എടുത്ത് ട്രേഡിങ്ങിലൂടെ എല്ലാം അത്യാവശ്യം സെറ്റ് ടീമാക്കിയിട്ട് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കിയിട്ട് CSK ടീം വളരെ മികച്ച ടീമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി അത്ര മോശമല്ല, അത്യാവശ്യം നല്ല ക്യാപ്റ്റൻസി. രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ വരെ എത്തിച്ച ഒരു ക്യാപ്റ്റൻസിയാണ് സഞ്ജു സാംസൻ്റെ. അപ്പോൾ അതുകൊണ്ട് മുമ്പോട്ടാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് സഞ്ജുവിൻ്റെ CSK വിട്ടു പോകരുത്. കാരണം CSKയുടെ ക്യാപ്റ്റനാക്കി നല്ലൊരു ടീം മെച്ചപ്പെടുത്തി സഞ്ജുവിൻ്റെ കൈ കൊടുക്കണമെന്ന് CSK മാനേജ്മെൻറ്റിനോട് ഞാൻ പറയുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.